ഞാനിതൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു എനിക്ക് പിണറായി വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യം? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ഈ ആനാട് ജയനോ വായിതോ തേക്കടാലിനോ വിചാരിച്ചത് മാറ്റാൻ പറ്റുമോ? അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. ഇനി ചരിത്രത്തിൽ ഒന്നുകൂടി വരും. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. അദ്ദേഹത്തെ ആർക്കും വിട്ടുകൊടുക്കില്ല. അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. മാർക്കറ്റിൽ ഇടപെടുന്നില്ല. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് കോടികൾ. കാർഷിക രംഗത്ത് നെല്ല് സംഭരിക്കുന്നില്ല, നാളികേരം സംഭരിക്കുന്നില്ല. എല്ലാം തകർച്ചയിലാണ്. വാട്ടർ അതോറിറ്റി കൊടുക്കാനുള്ളത് 5000 കോടി കരാറുകാർക്ക്, PWD കൊടുക്കാനുള്ളത് 15000 കോടി, ഇലക്ട്രിസിറ്റി ബോർഡ് 50,000 കോടി രൂപ കടത്തിൽ. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത് 1,00,000 കോടി. അടുത്ത വർഷം മാർച്ചിൽ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടം കെട്ടിവെച്ചിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ നിന്നിറങ്ങുന്നത്. കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് അധികാരത്തിൽ നിന്നിറങ്ങുന്നത്. എല്ലാം നശിപ്പിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഖജനാവ് കാലിയാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. എന്നിട്ട് പറയാണ് പിണറായി 3 വരുമെന്ന്. ഞാൻ പറഞ്ഞു പിണറായി 3 എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ നല്ലതാണ്. കാരണം ആളുകൾ തലയിൽ കൈവയ്ക്കുവാണ്. ഇവന്മാർ 3ാമത് വീണ്ടും വരുമോ എന്ന് നോക്കി. ഇതുപോലെ ഒരു മുദ്രാവാക്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. 77 തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ CPM വിളിച്ച മുദ്രാവാക്യം? 57 EMS, 67 EMS, 77 EMS. അതായത് 57 67 മുഖ്യമന്ത്രിയായി EMS, വീണ്ടും 77 മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞു. ഈ പിണറായി 3 പോലെ ഒരു മുദ്രാവാക്യമാണ്. എന്താണ് 77 നടന്നത്? ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മഹാഭൂരിപക്ഷം നേടി 140-ൽ 111 സീറ്റ് നേടി UDF അധികാരത്തിൽ വന്നു. K. കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അത് തന്നെ 2026-ൽ ആവർത്തിക്കപ്പെടും. ഒരു പിണറായി 3 വരില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഞാനിതൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു എനിക്ക് പിണറായി വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യം? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ഈ ആനാട് ജയനോ വായിതോ തേക്കടാലിനോ വിചാരിച്ചത് മാറ്റാൻ പറ്റുമോ? അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. ഇനി ചരിത്രത്തിൽ ഒന്നുകൂടി വരും. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. അദ്ദേഹത്തെ ആർക്കും വിട്ടുകൊടുക്കില്ല. അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം. എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ നിങ്ങൾ നന്നായി ചിരിച്ചു, സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച്. കാരണം അവർ ഇപ്രാവശ്യം നമുക്കായിരിക്കും വോട്ട്. ഒരു സംശയവും വേണ്ട. പിന്നെ ഇടതുപക്ഷ സഹയാത്രികരുണ്ട്. ഇടതുപക്ഷം അവർ പാർട്ടിക്കാരൊന്നുമല്ല. ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെട്ടവർ. ഇടതുപക്ഷം വന്നാൽ നല്ലത് വരും, അവർ നാടിന് നന്മ ചെയ്യും എന്ന് വർഷങ്ങളായി മനസ്സിൽ ചിന്ത കൊണ്ട് നടന്നവരാണ്. അവരെ എല്ലാവരെയും കാണുമ്പോൾ ചിരിച്ചു. കാരണം അവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കായിരിക്കും വോട്ട് ചെയ്യുന്നു. നമ്മളെക്കാൾ കൂടുതൽ ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം എന്നവരെല്ലാവരും ആഗ്രഹിക്കുന്നു.